നമസ്കാരം. ആയൂർ ഓയൂർ ന്യൂസിൻ്റെ നാടറിയാമെന്ന ഒരു പുതിയ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ കിടക്കുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നാടറിയാം എന്ന ഒരു പുതിയ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ നാടുകളിലും ഇതുപോലുള്ള നല്ല മനോഹരമായ പ്രദേശങ്ങളുണ്ടാകും. അങ്ങനെയുള്ള പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അവിടെ വന്ന് ഞങ്ങളും നിങ്ങളുടെ നാടിന് വേണ്ടിയിട്ടും നാടറിയാമെന്ന പ്രോഗ്രാമിലൂടെ ഒരു വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൂർണ്ണമായും ശ്രമിക്കും എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കടയുടെ കൂടുതൽ വിശേഷങ്ങളും ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ നമ്മൾ ഈ നാട്ടുകാരായ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഏകദേശം എത്ര വർഷമായി കാണുന്നു? മുതലാളി കട നടത്തുന്ന ആള് എത്ര കൊല്ലമായി ഈ കട ഇവിടെ ഉണ്ടായിട്ട്? മേളിലായി. 35 വർഷം എന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഈ വഴി റോഡൊക്കെ ഉണ്ടോ? ഇടവഴിയേ ഉള്ളു. ഈ കട അപ്പോഴും 35 വർഷത്തിന് മുകളിലാവും. നിങ്ങളാണ് ഈ കട ഉണ്ടാക്കിയത്? ആരാണ് ഇതിൻ്റെ കുറച്ച്? ഇല്ല, ഇത് വെട്ടുകല്ല് വെച്ചുണ്ടാക്കിയ കടയാണോ? വെട്ടുകല്ല് വെച്ചുണ്ടാക്കിയ കടയാണ്. ഏകദേശം എന്നാലും എത്ര കൊല്ലമായി കാണും? 37-38 കൊല്ലമായി കായ് കാണും. അന്ന് ഇവിടെ ഈ വഴിയൊന്നുമില്ല, ഈ വയലരൂപമാനമാണ് അന്നത്തെ വഴികളല്ല അല്ലേ? മറ്റേ മരുന്നപ്പള്ളി അന്നേരം ഉണ്ടാക്കിയാണോ അതോ അന്നേരല്ലേ ഉണ്ടാക്കി? അദ്ദേഹമാണ് ഈ കട ഉണ്ടാക്കിയത്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്? അത് ആദ്യം കച്ചവടം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ഈ സ്ഥലത്തിന് എന്താ പേര്? അയണാമൂല. ആയൂര് വയണാമൂല. വയണാമൂല പേര് പറയുന്നത് ഇതൊരു മഹാദേവ ക്ഷേത്രമാണ്. ക്ഷേത്രമാണ്. അപ്പൊ ഈ കുളമൊക്കെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കുളമാണ്, പഞ്ചായത്ത് കുളമാണ് ഈ കുളം. ഈ തോടൊക്കെ ഇങ്ങനെ സ്ഥിരമായി ഒഴുകുന്ന തോട്. ചെറിയൊരു കൊച്ചു ചായക്കട. ഇവിടെ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ടോ? വരും. അപ്പൊ നിങ്ങൾ വൈകുന്നേരം രാവിലെയൊക്കെ നിങ്ങൾ ഒരു ചെറിയൊരു നേരം പോക്കായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കട നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ കടയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വെട്ടുകല്ലുണ്ടാക്കിയ 10-40 വർഷങ്ങൾ പഴക്കമുള്ളൊരു കടയാണ്. ഈ കടയുടെ ഒരു രൂപം കണ്ടാൽ നമുക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഈ കട ഉള്ളത്. 38 വർഷത്തിൽ കൂടുതൽ പഴക്കം വരും. പലചരക്ക് കടയായിരുന്നു ആദ്യം. പണ്ട് പോലെ ചായക്കടയാണ് യഥാർത്ഥ ഈ ചായ. അപ്പൊ ഇത് ചായക്കടയായിരുന്നു അന്ന് മുതൽ. അന്ന് ഈ വയലിൽ ഏലയിലൊക്കെ ജോലിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. ഇപ്പൊ കൃഷിയില്ല. അന്ന് കൃഷിയുള്ള സമയത്ത് കൃഷിക്കാർക്കൊക്കെ ചായ കുടിക്കാനും ബീഡി വലിക്കാനും മുറുക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നമ്മളെ മുൻ തലമുറ ഉണ്ടാക്കിയതാണ് ഈ സംഭവം അല്ലേ? ഏതാണ് ഈ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? വയണാമൂല മഹാദേവർ. ഇത് വയണാമൂല മഹാദേവർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. ആയൂര് ജംഗ്ഷൻ, അതായത് ആയൂരത്ത് ഇവിടത്തേക്ക് എത്ര? 2 കിലോമീറ്റർ വരും. ഇതൊരു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു വയലിൻ്റെ തൊട്ട് സെൻറ്ററിലായിട്ട് ഒരു കൊച്ചൊരു കട, ഒരു കുളം, ഒരു അമ്പലം, ഇതൊക്കെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഞാൻ പലപ്പോഴും ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. നല്ലൊരു ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും തണുപ്പ്. അതുപോലെ അത്യാവശ്യം ഒന്ന് കുളിക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കുളം, അതുപോലെ ഒരു തോട്, വളരെ രസകരമായ നമുക്ക് ഒരു പക്ഷേ നമുക്കൊരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ല? മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി. ഇത് ഫുള്ള് ഏലയാണ്. ഇപ്പം നിലവിൽ ഇവിടെ കൃഷിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിപ്പോൾ ഈ തോട് എവിടെയെന്ന് അവസാനിക്കും? നമ്മൾ ആറ്റിൽ ഇറങ്ങുന്ന തോടല്ലേ? ആറ്റിൽ ചെന്ന് ഇത്തിക്കര ആറ്റിൽ ചെന്ന് അവസാനിക്കുന്ന തോടാണ്.
ഈ തോടില്ലേ ഇത് തോട്ടം താഴത്തെ തോട്ടിലല്ലേ ഇത് ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇത് മഹാദേവർ ക്ഷേത്രം. ഈ മഹാദേവർ ക്ഷേത്രത്തിനൊക്കെ വലിയ പാരമ്പര്യമുള്ള ക്ഷേത്രമല്ലേ? എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ഷേത്രം, അല്ലേ? അല്ലേ? അപ്പോൾ ഇത് പോരയുടെ മഹാദേവ ക്ഷേത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? എല്ലാം ഇത് ഇവിടത്തെയും പ്രതിഷ്ഠ മഹാദേവറാണ്, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പം മഹാദേവർ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ, ഒരു അന്തരീക്ഷം ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയത്. അത് വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു അപ്പൂപ്പ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അപ്പൂപ്പൻ്റെ അടുത്തൂടെ ഒന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ. ഇതൊരു വലിയ ഏലയാണ്. അപ്പൂപ്പന് കൃത്യമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റോഡിൽ കയറി നോക്കാം. അപ്പൂപ്പോ സുഖാണോ? നമ്മൾ ഈ കട വന്നിട്ട് എത്ര വർഷമായി കാണും? കട വന്നിട്ട് ഇപ്പം 19 വർഷത്തെ. എത്ര വർഷമായി കാണും? ഒരു 50 വർഷമെങ്കിലും ആയി കാണും. ഇപ്പം അവർ പറഞ്ഞൊരു 10-35 കൊല്ലം ആയി കാണുമെന്ന് പറഞ്ഞു. 35 അല്ലായിരിക്കാനാണ് സാധ്യത, അല്ലേ? അവരെ വേറെ പല പാർട്ടികൾ അവർ കച്ചവടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവര് മാറി ഏകദേശം എന്നാലും ഏകദേശം പറഞ്ഞാൽ എനിക്ക് തന്നെ 50 വർഷത്തിന് മേളിൽ പഴക്കം കാണും. അപ്പോൾ ഇവിടെ ഈ ഏലയിലൊക്കെ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടി ചായ കുടിക്കാനും വീഡിയോ വലിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് നമ്മളെ മൂപ്പിലാന്മാരൊക്കെ ഉണ്ടാക്കിയതാണ് അല്ലേ? ഉണ്ടാക്കിയ കടയായിരുന്നു. അന്ന് ചായ കുടി കൂടുതൽ. അന്ന് ഈ വഴിയൊന്നുമില്ല, എല്ലാം ഏല വഴിയുള്ള വഴികളാണ്. റോഡൊന്നുമില്ല, നടന്നു വരാനുള്ള വഴികളെ അത്രയേ ഉള്ളൂ. ആ കാലത്തുണ്ടാക്കി. അപ്പോൾ ഇവിടെ നാടറിയാം എന്ന പ്രോഗ്രാമിൽ പുതിയ നാടിനെ പരിചയപ്പെടുത്തി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.